നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ വരെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയിപ്പോൾ മെയ് മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിക്കുവാനുള്ളത്, 1600 രൂപ. മെയ് മാസം അവസാന ആഴ്ചയിൽ നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും, അതായത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും, കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്കും എത്തി വിതരണം ചെയ്യും. എന്നാൽ ഈ ഒരു പെൻഷൻ കൃത്യമായി നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരോ പറയുന്ന കൃത്യമായ രേഖകളൊക്കെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ പറയുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഈ മാസം തന്നെ അത് ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഇനിയും സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുവാനുണ്ടെങ്കിൽ കൃത്യമായും ഈ ഒരു മാസം തന്നെ അതും ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത മാസം മുതൽ കൃത്യമായ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 2025 മസ്റ്ററിങ്ങൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് മുമ്പായി തന്നെ നമ്മളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ആരെങ്കിലും അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുവാനുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അതും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നൽകുന്ന പെൻഷൻ എത്തിച്ചേരുകയില്ല. ഇനിയിപ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10 വർഷത്തിന് മുകളിലായ എല്ലാ ആധാർ കാർഡുകളും പുതുക്കണമെന്ന് നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ആധാർ സേവന കേന്ദ്രങ്ങളിലോ എത്തിയിട്ട് നമ്മളുടെ ആധാർ കാർഡുകളൊക്കെ പുതുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ അഡ്രസ് ചേഞ്ച് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യവുമുണ്ട്. അടുത്ത പെൻഷൻ മസ്റ്ററിങ്ങിന് മുമ്പായി പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളുടെയും ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത മസ്റ്ററിംഗ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ് 2025. അതിന് മുമ്പായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേണം മസ്റ്ററിംഗ് ചെയ്യുവാൻ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്